അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമുക്ക് തന്നെ പരിശുദ്ധമായ ചെറുപെരുന്നാളിന്റെ ഏറ്റവും പ്രഗൽഭമായ മുഹൂർത്തം, അതിൻ്റെ സന്തോഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സന്ദേശങ്ങളും എല്ലാം കൈമാറിയവരാണ്. അള്ളാഹു പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ഇന്നിന്റെ ദിവസം മലക്കുകൾ വിളിച്ചു പറയുന്ന നിങ്ങൾക്കെല്ലാം പൊറുക്കപ്പെട്ടു, ഖദ് ഗഫറ അല്ലാഹു ലക്, നിങ്ങൾ സന്തോഷത്തോടെ മടങ്ങിക്കോളി, പെരുന്നാൾ ആഘോഷിച്ചോളി എന്ന് പറയുന്ന വലിയൊരു ഒരു വെളിയാളം അത് ഇന്നിന്റെ പകലിന്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ശവ്വാലിന്റെ ആദ്യ ദിവസം പൂർത്തിയായി രണ്ടാമത്തതിന്റെ രാവിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രത്യേകം ചോദിക്കാനുള്ളത് എന്താണ്? ഈ റമദാനിന്റെ ചൈതന്യം, അവിടെയാണ് പാസ് മാർക്ക് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നന്മകൾ കബൂലിയത്തുള്ളതായി നമുക്ക് അടുത്ത വർഷവും ആ നന്മ ചെയ്യാനുള്ള ത്വാക്കത്ത്, അതിനുള്ള ഒരു തൗഫീഖ് തീർച്ചയായും അനിവാര്യമാണ്. അതിൻ്റെ തേട്ടമായിരിക്കണം ഇനി ഇന്നു മുതൽ നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ദുആ എന്താ? നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്. ആ ദുആ കൂടെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് തുടർന്ന് അടുത്ത റമദാൻ വരെ ആഫിയത്തോടെ അമൽ ചെയ്യാൻ പറ്റും, തൗഫീഖ് ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ഇൻഷാ അല്ലാഹ് ആ ദുആയാണ് പറഞ്ഞു തരുന്നത്. എല്ലാവരും തെറ്റുകൂടാതെ എൻ്റെ കൂടെ പറയാം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم إني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم إني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. تقبل الله. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഇനിയും ആക്റ്റീവായി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളായ നമ്മുടെയൊക്കെ തന്നെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു നൽകുന്ന ശവ്വാലിലേക്ക് കടന്നു. റമദാനിന്റെ പാപമോചനം, മഗ്ഫിറത്ത്, മർഹമത്ത് എല്ലാം അവസാനിച്ചു. ഇനി ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇനി സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകളും അല്ലാഹു മാപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഖുർആനിന്റെ കഷണം കൊണ്ട് തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവായ ഇസ്തിഗ്ഫാറാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റുകൂടും. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ? ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് നടക്കാത്ത ഒന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഇസ്തിഗ്ഫാർ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റൂല. അതുകൊണ്ടാണ് കേവല ഇസ്തിഗ്ഫാർ അല്ല, ഖുർആനിന്റെ ശൈലി തന്നെ നമ്മൾ കൊണ്ടുവരുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. 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 അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് ഈ ശവ്വാലിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആദ്യത്തെ മജ്ലിസിൽ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് ഏറ്റവും അഫ്ദലായ അഫ്ദലു ദിക്ർ. അറിയാലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 7 ആകാശവും 7 ഭൂമിയും പ്രപഞ്ചം മുഴുവനും ഫീ കഫത്തിൽ മീസാൻ, മീസാനിന്റെ ഒരു തുലാസിൽ വെച്ചു. പ്രപഞ്ചം മുഴുവനും വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ ഉഖറ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടുത്ത മീസാന്റെ തട്ടിലും വെച്ചു. എന്നാൽ ലറജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഭാരം അത് ഏറ്റവും വലിയ ഭാരമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നമ്മുടെ മീസാൻ നിറയും, നന്മയുടെ റിക്കാർഡുകൾ നിറയും. ഭയങ്കര അള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ്. അതുകൊണ്ടാണ് ഇതിനേക്കാൾ അഫ്ദലായ വാക്കില്ലാത്തത് കൊണ്ടാണ് ഒരാൾ മരിക്കുമ്പോൾ ആ വാക്ക് പറഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ കിടക്കുന്ന ഉറപ്പുള്ള വാക്കാ മരിക്കാൻ നേരത്തെ പറഞ്ഞാൽ. ഇത് മരിക്കാൻ നേരത്ത് പറയാനുള്ള ട്രിക്ക് എന്താണെന്നറിയാം? എന്താ ഷോർട്ട് കട്ട്? ജീവിതത്തിൽ അതങ്ങോട്ട് പറഞ്ഞാൽ മതി, കൽബി തട്ടിക്കൊണ്ട് പറയണം. അപ്പോൾ മരിക്കാൻ നേരത്ത് അള്ളാഹു ഓർമ്മയിട്ട് വരും. അതാണ് മഹാന്മാർ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൽബിൽ
നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ഈ പരിശുദ്ധമായ ദിക്ർ. അത് എപ്പോഴും ഓർമ്മ വേണം. فاعلم أنه أفضل الذكر لا إله إلا الله 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 تقبل الله അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രഗൽഭമായ ഇസ്മാണ്. അതായത് ഇസ്മുൽ ആലമാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്മു ചൊല്ലുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോൾ, അയാൾ അറിഞ്ഞപ്പോൾ, അയാളുടെ അരികിലൂടെ നടന്നു പോയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ധൈര്യമായിട്ട് ഇനി ദുആ ചെയ്തോളൂ, തീർച്ചയായും അള്ളാഹുവിന്റെ ഇജാബത്ത് നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് ഇറങ്ങുന്ന അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട വാക്കാണ്. അതുകൊണ്ടാണ് ഹദ്ദാദിൽ നമ്മൾ എല്ലാ ദിക്റും 3 വട്ടം പാരായണം ചെയ്യും. അറിയാലോ, ഹദ്ദാദിലെ എല്ലാ ദിക്റും 3 വട്ടമാണ്. എന്നാൽ ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഇസ്മു പറഞ്ഞുകൊണ്ടുള്ള ദുആ വരുമ്പോൾ അത് 7 വട്ടമായി എന്ന് പറഞ്ഞാൽ അധികരിപ്പിക്കുകയാണ്. ഈ ഇസ്മ കൊണ്ട് എന്ത് ദുആ ചെയ്താലും ഇജാബത്തുണ്ടാവും. ആ പരിശുദ്ധമായ ഇസ്മാണ് നമ്മൾ ചൊല്ലുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാം. യാദൽ ജലാലി വൽ ഇക്റാം 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 യാദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ള വാക്കെന്താ? അർബഉൻ വഹുന്ന മിനൽ ഖുർആൻ. അതാണെങ്കിലോ ഖുർആനിന്റെ അംശവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വേണ്ട പെരുന്നാൾ, ഇന്ന് പെരുന്നാളിന്റെ പകൽ നമ്മൾ ആത്മാർത്ഥമായി പെരുന്നാൾ നിസ്കരിച്ചല്ലോ. ആ പെരുന്നാൾ നിസ്കാരത്തിൽ നമ്മൾ സാധാ നിസ്കാരങ്ങൾ ഇല്ലാത്തൊരു വെറൈറ്റി, അതാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ വെറൈറ്റി. എന്താ വെറൈറ്റി? ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. കഴിയുന്നവർ അതുകൂടെ ചൊല്ലിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ആ ഒരു വാക്കെന്താ? സ്വർഗ്ഗത്തിൽ നടത്തിക്കൊണ്ടുവന്ന നിധിയാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഹബ്ബുൽ കലാം, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കലാം, വാക്ക്, അത് ഈ പരിശുദ്ധമായ തസ്ബീഹിന്റെ വാക്കുകളാണ്. അപ്പൊ ആ വാക്ക് നമുക്കൊന്ന് പറയാം. എല്ലാവരും എൻ്റെ കൂടെ പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അൽഹംദുലില്ലാഹ്. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ ശവ്വാൽ പെരുന്നാളിന്റെ ദിനത്തിൽ പ്രത്യേകം ചൊല്ലണമെന്ന് പറഞ്ഞ അത് എണ്ണം പറയുന്ന 300 തസ്ബീഹാണ്. പലരും ചൊല്ലിയിട്ടുണ്ടാകും, ചെല്ലാനുള്ളവരുണ്ടാകും. ഒരു ബറക്കത്തിന് വേണ്ടി നമുക്ക് കുറച്ച് എണ്ണം ചൊല്ലാം. അത് ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ മരിച്ചുപോയ കുടുംബക്കാർ, കൂട്ടുകാർ, ബന്ധപ്പെട്ടവരെല്ലാവരും, അതോടൊപ്പം എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അവർക്ക് വേണ്ടി മനസ്സിൽ ഒരു ഹദിയ ചെയ്യാം. അല്ലാഹു നീ കൂലി കൊടുക്കണമെന്ന് പറയാം. അപ്പൊ എന്താ, 1000 പ്രകാശം അവരുടെ ഖബറിലേക്ക് അല്ലാഹു കൊണ്ടുവന്ന് കൊടുക്കും. ഇത് ചൊല്ലുന്ന നമ്മൾ മരിച്ചുപോയ നമ്മുടെ ഖബറിലേക്ക് 1000 പ്രകാശം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വല്ലാത്ത ആനന്ദം, സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ചൊല്ലിത്തരാം, എൻ്റെ കൂടെ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് സാധാരണ നമ്മൾ ചൊല്ലി പരിചയമുള്ള നമുക്ക് സ്വലാത്തുകൾ, പ്രത്യേകിച്ച് ശവ്വാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഖൈറുണ്ട്, നിഅമത്തുണ്ട്. ഈ ഉമ്മത്തിന് പെരുന്നാളിന്റെ സന്തോഷം പോലും പറഞ്ഞു പഠിപ്പിച്ചെന്ന ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പം ആ റസൂലിന് വേണ്ടിയുള്ള സ്വലാത്ത് വളരെ ഫിറ്റാണ്. ഓരോ സ്വലാത്തും കൃത്യമായി തെറ്റുകൂടാതെ ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على النور واهله. اللهم صل على النور واهله. اللهم صل على النور واهله.
اللهم صل على النور واهله 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 صلى الله على سيدنا محمد والآل والأصحاب سلم 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 തഖബ്ബലല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്കൊരു ഫാത്തിഹ, അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും, മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ എല്ലാവരും. ഇലാ ഹദറത്തി നബിയിനാ നബി റഹ്മത്തി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين الملك الجبار راج സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, പരിശുദ്ധമായ റമളാനിന്റെ മുഴുവൻ കൂലി കൊടുത്ത മുഅ്മിനീങ്ങളിൽ പെരുന്നാളിന്റെ ചെറുപെരുന്നാളിന്റെ ഈദുൽ ഫിത്തറിന്റെ മുഴുവൻ കൂലിയും വാങ്ങിച്ച മുഅ്മിനീങ്ങളിൽ പടച്ചവനെ, എല്ലാ തെറ്റുകളും മാപ്പാക്കപ്പെട്ട മുഅ്മിനീങ്ങളിൽ സാധുക്കളായി ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്, മാപ്പാക്കണേ റബ്ബേ. പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലെ ഓരോ ദിവസത്തിന്റെയും ബറക്കത്തും റഹ്മത്തും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചവനെ, അപകടങ്ങളും അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർ, ക്ലാസ് കേൾക്കുന്നവർ, ദുആ ചെയ്യാൻ പറയുന്നവർ അല്ലാഹുവേ, പടച്ചവനെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്, വിഷമങ്ങളും കടങ്ങളും നീക്കണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങൾക്കും അവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ വീടില്ലാത്ത മക്കളില്ലാത്ത ജോലിയില്ലാത്ത അല്ലാഹുവേ ഒരുപാട് മുറാദുകൾ ഹസിലായി കാണാൻ വേണ്ടി ഒന്നും നടക്കാത്ത വിഷമത്തിൽ കഴിയുന്നവർ എല്ലാം നീ നടത്തി കൊടുക്കണേ അല്ലാ. നിന്റെ സഹായം വേണം റബ്ബേ. പടച്ചവനെ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കഴിഞ്ഞു പോയ നോമ്പും പെരുന്നാളും ഞങ്ങളുടെ ആയുസ്സിൽ അവസാനത്തതാക്കല്ല റബ്ബേ. ഇനിയും ഒരുപാട് നോമ്പുകളും റമദാനുകളും പടച്ചവനെ പെരുന്നാളുകളും ഞങ്ങൾക്ക് തരണേ അല്ലാ. അവസാനം കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങളുടെ നാവുകൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ദുആ ചെയ്യാൻ പറയുന്നവർ ഞങ്ങളുടെ മജ്ലിസിനോട് ക്ലാസ്സിനോട് മഹബത്തുള്ളവർ ഒട്ടനവധി ആളുകൾ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചവരെ പെരുന്നാളിന്റെ സുദിനത്തിൽ ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് ഞങ്ങൾ പുതുവസ്ത്രം എടുത്തു കൊടുത്തപ്പോ അവരണിഞ്ഞപ്പോ റബ്ബേ സാധുക്കളായ പൊന്നോമന മക്കൾക്ക് കഫൻ തുണി വാങ്ങിക്കൊണ്ടുവന്ന് പുതപ്പിക്കുന്ന എത്രയോ മാതാപിതാക്കളാണ്. അല്ലാഹുവേ നീ സഹായിക്കണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ. പടച്ചവനെ അവസാനം നെറ്റി വിയർത്ത് മുഅ്മിനീങ്ങളെ പോലെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.